ലാലേട്ടന് കിട്ടുന്നൊരു സ്നേഹം നമുക്ക് തരുമായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ. മംഗലശ്ശേരി നീലകണ്ഠന് ഒറ്റ കൊടുത്ത ആൾക്ക് സ്നേഹം എന്നോട് അങ്ങനെ ദേഷ്യം കാണിക്കുന്ന ലാലേട്ടൻ ഫാൻസ് ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും. അതെ, ലാലേട്ടനോടുള്ള ഇഷ്ടം എന്തോ എന്നോട്. ജിത്തു എന്നോട് അതിലും മെമ്മറീസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വേഷം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു പോലീസ് ചെയ്യണം. ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ടിന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ യൂണിഫോം ഒക്കെ ഇട്ട് നടന്നു പറഞ്ഞപ്പോൾ ജിത്തു പറഞ്ഞു ഇത് കുറച്ച് കാലഞ്ഞ് യൂണിഫോം അഴിക്കേണ്ടി വരില്ല. ഭയങ്കര സുന്ദരനായിരിക്കണം, ഭയങ്കര കൊഴുത്തലുള്ള ഒരാളായിരിക്കണം. ഇത് രണ്ടും കൂടെ ചേർന്ന് വന്ന പോലെ ഒറ്റ ആളിലേക്ക് എത്തി. സിനിമയിൽ വരുന്നതിന് മുമ്പേ രാഷ്ട്രീയ മീൻസ് 2000 ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് തോറ്റു. ഒറ്റ വാക്കിലങ്ങ് പറയാം. ജോലിയും സിനിമയും തമ്മിൽ ഒന്നിച്ചുകൊണ്ടാൻ പറ്റൂല. ഞാൻ അന്നേ തീരുമാനിച്ചു. മമ്മൂക്ക എന്നെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു വേറെ സ്നേഹം കൊണ്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുള്ള ഉമ്മ മരിച്ചപ്പോൾ വീട്ടിൽ വന്നെന്നുള്ളതാണ്. പലര് മണിക്കം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ഉണ്ടായിരുന്നില്ല. മല്ലിക സുകുമാരനും കൂടി 2 മക്കളുണ്ട്. 2 പേരും ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ്. അതിൽ ഒരാൾ ഭയങ്കര ദൂരെ നിൽക്കുന്നു. അപ്പോൾ സിനിമ അങ്ങനെയാണ്. നമ്മൾ പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ നാളെ ഇവനെ സൂപ്പർ സ്റ്റാർ ആക്കാമെന്ന് വിചാരിച്ചാലും നടക്കൂല. നിങ്ങൾ സിനിമയ്ക്ക് പോകേണ്ടി വേഗം പൊക്കോ എന്ന് പറയുന്നൊരു മൂത്തുമിഴ. ഇത് ഹറാമാക്കപ്പെട്ട ഒരു സാധനമാണ്. പക്ഷെ വേഗം ബിസ്മില്ലി ഇറങ്ങിക്കുക എന്ന് പറയുന്ന ഒരു മൂത്തുമ്പ ഉണ്ടായിരുന്നു. നമസ്കാരം. അഭിനയത്തിന്റെ 30 വർഷം പൂർത്തീകരിച്ച ഒരു അഭിനേതാവാണ് നമ്മുടെ കൂടെ ഇർഷാദ് അലി. സ്വാഗതം. താങ്ക് യു. 30 വർഷം പൂർത്തീകരിച്ച് 30 വർഷമായി അംഗീകരിച്ചേ പറ്റുള്ളൂ. 20ാം നൂറ്റാണ്ട് കാണാൻ പോയൊരു ഇർഷാദ് അലിയെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട് പുസ്തകത്തില്. അവിടെ നിന്ന് തുടരുമിലെ ഷാജി വരെ എത്തുമ്പോൾ ഒരു യാത്രയാണ് അഭിനയ ജീവിതം. എങ്ങനെയാണ് കാണാൻ പോകുമ്പോൾ ഞാൻ സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ല. ഇല്ല, കാണാൻ പോയ കാലം മുതൽ തുടരുമിൽ എത്തിയ ഷാജി വരെയാണ് ഞാൻ ചോദിച്ചത്. രണ്ടും രണ്ടാണ്. ഞാൻ ആ കാലഘട്ടം വെച്ചിട്ടാണ് 30 വർഷം ആലോചിച്ചത്. അല്ല 30 വർഷം ഞാൻ കണക്ക് കൂട്ടിയത് പാർവതി പരിണയം മുതൽ വെച്ചിട്ട് തന്നെയാണ്. ഗൂഗിൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ശരി. ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. 30 വർഷമായിട്ട് ഞാൻ സിനിമയിലുണ്ടല്ലോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ല, സത്യത്തിൽ അതൊരു വലിയ ടാസ്ക് ആണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. 30 വർഷം 3 പതിറ്റാണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തില്ല. പണ്ടും അങ്ങനെ തന്നെയാണ്. ഒരു 3 പതിറ്റാണ്ട്. ഇന്ന് എല്ലാവരും ഷാജിയിലേക്ക് പോവാം, നമുക്ക് അങ്ങനെ വരാം. അതെ, അങ്ങനെ ബാക്കിലേക്ക് പോകുമ്പോൾ ഈ തുടരും എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് എന്നോട് പലരും പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് പലരും അയച്ചു തരുന്ന, ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നരസിംഹത്തിലെ ലാലേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങളിപ്പോഴും തുടരുകയാണ്. പലരും മറഞ്ഞുപോയി, ചിലർ ഒഴിഞ്ഞുപോയി, ചിലർ മരിച്ചുപോയി, പക്ഷെ നിങ്ങൾക്കിപ്പോഴും അതിൻ്റെ കൂടെ തുടരാൻ പറ്റുന്നു എന്നുള്ളത് വലിയ സന്തോഷമല്ലേ? ഞാൻ പറഞ്ഞു സന്തോഷം മാത്രമല്ല, വലിയ അഭിമാനവും ഉണ്ടാകുന്ന കാര്യമാണെന്ന് പറയുന്നത്. സത്യല്ലേ? സത്യമാണ്. പക്ഷെ നരസിംഹത്തിലെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. പണ്ട് പ്രജയിൽ ഞങ്ങൾ സാക്കിർ ഹുസൈനെ ഇട്ടുകൊടുത്തിട്ട് പോയൊരു പോക്കുണ്ട്. പിന്നെ അതേപോലെ മുണ്ടക്കൽ ശേഖരന്റെ ഡ്രൈവറായിട്ട് ഒരു വരവ് വന്നിട്ട് ലോറിക്കാരുടെ മുന്നിൽ ഇട്ടുകൊടുത്ത് പോയതാണ്. പക്ഷെ ഇപ്പോഴും ഷൺമുഖന്റെ വളയം പിടിക്കാനും കൂടെ ഉണ്ട്. അതെ, മുണ്ടക്കൽ ശേഖരന്റെ ഡ്രൈവറായിട്ട് വന്നിട്ടാണ് ഏറ്റവും വലിയ ഇത്. ഞാൻ നരസിംഹത്തിൽ അഭിനയിച്ചിട്ട് എനിക്ക് അത്ര വലിയ പോപ്പുലാരിറ്റി ഒന്നും ഉണ്ടായില്ല. മീൻസ് അങ്ങനെയല്ല, അത് ഒരുപാട് പേരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. അതൊരു മാസ് പടമായിരുന്നു. എനിക്ക് പോപ്പുലാരിറ്റി ഇല്ലാന്നല്ല, പക്ഷെ അതിനേക്കാൾ വലിയ പോപ്പുലാരിറ്റി ഉണ്ടായത് മുണ്ടക്കൽ ശേഖരന്റെ ഡ്രൈവറായിട്ട് വന്നു, ഒരു സീനിൽ വന്ന്. ഞാനത് പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണത്. പിന്നെ അവസാനം ഞാൻ കണ്ടെത്തി, അത് ഞാൻ കൊല്ലാൻ കൊണ്ടുപോയത് ആരെയായിരുന്നു? മംഗലശ്ശേരി നീലകണ്ഠനെയായിരുന്നു. അതിൻ്റെ ഒരു വലിയ കാര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ദേഷ്യം ഉണ്ടായിരുന്നു. ലാലേട്ടൻ ഫാൻസിനൊക്കെ ഭയങ്കര. ആ കാലത്തൊരു മോഹൻലാൽ ഒരു വലിയ വികാരം. മോഹൻലാൽ എല്ലാ കാലത്തും വികാരമാണ്. പക്ഷേ മോഹൻലാൽ അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന, തുടർച്ചയായിട്ട് ഹിറ്റുകൾ വരുന്ന ഒരു കാലത്താണ് ഇത് ഇങ്ങനെയൊരു കാര്യം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആ കാലത്ത്? ലാലേട്ടന് കിട്ടുന്നൊരു സ്നേഹം നമുക്ക് തരുമായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ. മംഗലശ്ശേരി നീലകണ്ഠന് ഒറ്റ കൊടുത്ത ആൾക്ക് സ്നേഹം. എന്നോട് അങ്ങനെ ദേഷ്യം കാണിക്കുന്ന ലാലേട്ടൻ ഫാൻസ് എല്ലാവർക്കും. ലാലേട്ടനോടുള്ള ഇഷ്ടം എന്തോ എന്നോട് സത്യത്തിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കറിയില്ല. ഈ മമ്മൂക്കാടും ലാലേട്ടനോടുള്ള സ്നേഹമൊക്കെ തന്നെയായിരിക്കും നമ്മളോടുള്ള സ്നേഹം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വലിയ മാജിക്കൊന്നും ഈ സിനിമയിൽ കാണിച്ചിട്ടില്ല. പക്ഷെ അവരുടെ കൂടെയൊക്കെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെയൊക്കെ ആയിട്ട് കുറേ കാലങ്ങളായിട്ട് സിനിമയിലുണ്ടോ എന്നുള്ളത് തോന്നുന്നുണ്ട്. ഈ 2 പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. 2 പേരുടെ കൂടെ നിരന്തരം ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ ഇർഷാദ് അലി എന്ന് പറയുന്ന നടനെ തുടക്കം മുതലൊക്കെ കേൾക്കുന്നൊരു ഇത് എൻ്റെ ഒരു
ഓർമ്മചിത്രത്തിൽ നിന്നും കൂടെ പറയാണ്, മിനി സ്ക്രീനിലെ മമ്മൂട്ടി എന്നുള്ളൊരു വിളിപ്പേരുണ്ടായിരുന്നു. അല്ല, ഞാൻ കളിയാക്കി പറഞ്ഞതല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ശബ്ദം കൊണ്ടാണെന്ന് തോന്നുന്നു, അങ്ങനെ ആളുകൾ പറയാറുണ്ടായിരുന്നില്ല അങ്ങനെ പാവങ്ങളുടെ മമ്മൂട്ടി അങ്ങനെയൊക്കെ പറയാറുണ്ട്. കളിയാ അല്ലെങ്കിൽ ആൻഡ്രൂ ജോസഫ് പണ്ട് പറയാറുണ്ട്, മമ്മൂക്കാരുടെ ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ അവാർഡ് സിനിമക്കാർ നേരെ പോകുന്നു ഉഷാന്റെ അടുത്ത് കാണുന്നു. പാടം വന്നൊരു വിലാപൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്തൊക്കെ അല്ല, ഞാൻ സീരിയസ് ആയിട്ട് അത് ചോദിക്കാനാവുന്നത്, അങ്ങനെ ഏതെങ്കിലും അവസരങ്ങൾ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നു എന്ന് നമുക്ക് ധാരണ ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ ആളുകൾ പറയാറുണ്ട്, തമാശക്കെങ്കിലും പറയാറുണ്ട്. തമാശക്ക് പറയാറുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനൊന്നും അതിനുള്ള റേഞ്ചുള്ള ഒരു ആക്ടർ അയ്യോ, അങ്ങനെയല്ല. അദ്ദേഹമായിട്ട് ഒരു തരത്തിലും താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ അഭിനയത്തിന്റെ സർവകലാശാലകളാണ് രണ്ടുപേരും എന്ന് പറയാറുണ്ട്. രണ്ടുപേരും രണ്ട് തരത്തിൽ അഭിനയത്തിന്റെ സർവകലാശാലയാണ്. അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? കുറച്ചുകൂടി കംഫർട്ട് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ കൊണ്ടായിരിക്കും. നമുക്കെപ്പോഴും നമുക്കൊരു വലിയേട്ടൻ തന്നെയാണല്ലോ, ഇങ്ങനെ നിൽക്കില്ല. അപ്പം അതുകൊണ്ടൊരു ഭയം എപ്പോഴും മമ്മൂക്കയുടെ കൂടെ ഉണ്ട്. പക്ഷേ പുള്ളിയുടെ ഷോട്ടൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് നല്ല വർഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ കോബ്രദറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി രഞ്ജിത്തെ അവൻ്റെ 2 ക്ലോസ് മറ്റേ അതൊക്കെ എടുത്തിട്ട് പോകണം, അത് വേണം ടൈസീനിൽ എന്നൊക്കെ പുള്ളിക്ക് അറിയാം. പക്ഷെ നമ്മളോടൊരു പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഭയങ്കര സ്നേഹവാത്സല്യങ്ങളൊന്നും മമ്മൂക്കാരെന്ന് കിട്ടിയില്ല. എനിക്ക് ആകെ മമ്മൂക്ക എന്നെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു വേറെ സ്നേഹം കൊണ്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുള്ള ഉമ്മ മരിച്ചപ്പോൾ വീട്ടിൽ വന്നുള്ളതാണ്. അതൊരു വല്ലാത്ത അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത്ര അടുപ്പമൊന്നും ഞാനും മമ്മൂക്കി തമ്മിലൊന്നും ഇല്ല, പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, അദ്ദേഹം അന്നേ ദിവസം വീട്ടിൽ വന്ന് ഒരു 10 മിനിറ്റ് ഇരുന്ന്, അതാണ് ഒരു വലിയേട്ടനാണ്. പക്ഷെ ലാലേട്ടൻ എന്ന് പറയുന്നത് എന്തും തമാശയും കളിയും ചുരിയും ഒക്കെ പറഞ്ഞ് ഏത് വളിപ്പം പറയാവുന്ന, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുള്ള മമ്മൂക്ക. പക്ഷെ നമ്മുടെ ഒന്നിങ്ങനെ ഒരു കയ്യകലത്തിൽ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ ചെവിയിൽ പോയിട്ട് വേണമെങ്കിലും എന്തും പറയാവുന്ന. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് പലപ്പോഴും മോഹൻലാലിന്റെ കൂടെ ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം മോഹൻലാലിന്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പരദേശിയിൽ, അച്ഛനെ നാട് കടത്താൻ പോകുന്ന മകന്റെ കൂടെ ആയിട്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ നരസിംഹത്തിലാണെങ്കിലും പ്രജയിലാണെങ്കിലും അങ്ങനെ ഒരു സീരീസ് ഇപ്പൊ തുടരും വരെയുള്ള സിനിമകളിൽ കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ രജപുത്ര രഞ്ജിതനെ വിളിച്ചിട്ട് എനിക്കിങ്ങനെ, അപ്പോൾ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ആലോചിക്കുമായിരുന്നു, ഞാൻ പ്രണയവർണ്ണങ്ങളിൽ അഭിനയിക്കുമ്പോൾ രഞ്ജിത്തേട്ടനായിരുന്നു അതിൻ്റെ എക്സിക്യൂട്ടീവ്. അന്ന് കൺട്രോളർ എന്ന് പറഞ്ഞ വാക്കൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ രഞ്ജിത്തേട്ടനോട് ചോദിച്ചിട്ട്, എനിക്കിവിടെ ഇപ്പം തുടരാൻ പറ്റുമോ രഞ്ജിത്തേട്ടാ? ഞാനത് കോളേജ് ചെയർമാനായിട്ട് അഭിനയിക്കുന്നത്, എനിക്ക് സിനിമ തന്നെയാണ് ആഗ്രഹം, ശ്രമിക്കൂ ഉഷാദേ. കാരണം അത് അന്നത്തെ പറഞ്ഞ വാചകം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരാൾക്കും ഒരാളെയും എടുത്ത് സിനിമയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. നിരന്തരമായ നമ്മുടെ ശ്രമങ്ങൾ അങ്ങനെ. അപ്പം നമ്മൾ ഈ 30 വർഷം എന്ന് പറയുമ്പോൾ ഫഹദ് ഫാസിലിനെ കൊണ്ടുവന്നത് ഫാസിലാണ്. ആ ലോഞ്ചിങ് അത്ര വിജയമായിരുന്നില്ല, പക്ഷെ അയാളുടെ നിരന്തരമായുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അയാൾ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ നടനായി മാറി. അപ്പോൾ നമുക്ക് ഒരാളും ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല സിനിമ എന്ന് പറയുന്നത്. ഒരാൾക്കും ഇവനെന്ന് നാളെ സൂപ്പർ സ്റ്റാർ ആക്കിയേക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതിന് പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ 30 വർഷം ഇവിടെ പൂർത്തീകരിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ എളുപ്പമല്ലാത്തൊരു സംഗതിയാണ്. അത് ഈ ഒരുപാട് അവസരങ്ങൾ ചോദിച്ച് അവസരങ്ങൾ വാങ്ങിയെടുത്ത് പല സ്ഥലങ്ങളിൽ ഷൂട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ പോകുന്നു, സംവിധായകരെ കാണുന്നു, നിർമ്മാതാക്കളെ കാണുന്നു, അഭിനേതാക്കളെ കാണുന്നു, അങ്ങനെയൊക്കെ പോയി എടുത്ത് അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളാണ്. പക്ഷെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും അത്രത്തോളം ടാസ്ക് ഉണ്ട്, ഇല്ലെന്നല്ല പറയണത്. നെപ്പോ കിഡ്സിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ആളുകൾക്കൊന്നും അത്ര എളുപ്പമല്ല ഇപ്പോഴും. പക്ഷെ അതിലൂടെ വളർന്നു വന്ന ഒരു ഇർഷാദിനെ ഈ ഒരു ഘട്ടത്തിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ആ കാലം മുതൽ? അതെന്താ വെച്ചാലേ, അന്ന് ഇത്ര സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളൊക്കെ സമയത്ത് ആകെ പത്രത്തിൽ വരുന്ന വാർത്തകൾ ഈ സൺഡേ സപ്ലിമെന്റിന്റെ അവസാന പേജിൽ വരുന്ന സിനിമാ ന്യൂസുകൾ മാത്രം, അല്ലെങ്കിൽ നാനാ വലിയ നക്ഷത്രം, അതും നമുക്ക് വായിക്കണമെങ്കിൽ ബാർബർ ഷോപ്പിൽ പോയി അവിടെയാണല്ലോ ഇതൊക്കെ ഉണ്ടാവുന്നൊരു. കാരണം നമുക്കൊന്ന് വായിക്കാനുള്ള. എൻ്റെ വീട്ടിൽ പക്ഷെ പണ്ട് പോലെ നാന വരുമായിരുന്നു. എൻ്റെ വീട്ടിൽ സിനിമാ മോഹി ആയതുകൊണ്ടായിരിക്കണം. സിനിമാ മോഹം കൊണ്ടാണോ? ഞാൻ വാങ്ങിയതല്ല, അതിന് മുൻപ് ബ്രദേഴ്സൊക്കെ അതാ പറഞ്ഞത്. എൻ്റെ ബ്രദേഴ്സ്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ നാനോ, പിന്നെ നാനയുടെ സെൻട്രൽ പേജിൻ്റെ കുഴപ്പം കൊണ്ട് നാന നിർത്തിയതാണ്. ഒരു ഘട്ടത്തിൽ വീട്ടിൽ വെക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഒക്കെ വന്നപ്പോഴാണത്. അല്ല,
അങ്ങനെ വീട്ടിലൊരു വായന സംസ്കാരം ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല. പക്ഷെ എങ്ങനെയൊക്കെ ഞാന, മാതൃഭൂമി വീക്കിലി ഇതൊക്കെ ആഴ്ചയിൽ വന്നിരുന്നൊരു ഫാമിലി. അപ്പം നമ്മുടെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ടാണ് നമ്മൾ അന്വേഷണങ്ങൾ കണ്ടെത്തുന്നത്. ഇന്ന് ഇപ്പോൾ കാസ്റ്റിംഗ് കോഡുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ കണക്ട് ചെയ്യാൻ ആളുകളുണ്ട്. നമ്മൾ പണ്ട് ഒരു സംവിധായകനെ കാണാൻ, ഫാസിലിനെ കാണാൻ ഞാൻ ആലപ്പുഴയ്ക്ക് ബസ് കയറി തന്നെ പോകണം. ഫോൺ നമ്പർ പോലും ഉണ്ടാവില്ല. ഇന്ന് പക്ഷെ ഇമെയിൽ, എല്ലാ രീതിയിലും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ നമുക്ക് ബന്ധം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഇന്ന് സിനിമയിൽ വരാൻ. പക്ഷെ സിനിമയിൽ വരിക എന്നുള്ളതല്ല, നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമരം എന്ന് പറയുന്നത്. പക്ഷേ ഇർഷാദിന്റെ തുടക്കകാലത്തൊക്കെ ഒരുപാട് ഈ സമാന്തര സിനിമകളുടെ അവിഭാജ്യ ഘടകമായി മാറിയിരുന്നു കുറെ കാലം. അത് ബോധപൂർവ്വമല്ല, ബോധപൂർവ്വം അല്ല, അറിയാം, ബോധപൂർവ്വം അല്ല എന്നറിയാം. പക്ഷേ സമാന്തര സിനിമകൾ ഒരിക്കലും അതും മോശമാണെന്നോ നല്ലതെന്നോ, കലാപരമായിട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന സംവിധാനം തന്നെയാണത്. പക്ഷേ അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നി ഈ ഘർഷവുമൊക്കെ ഇറങ്ങി അതിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്ത് പിന്നീട് ഭക്തജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നപ്പോഴായാലും അതിനുശേഷം അതിൻ്റെ ഒരു ആ സീരീസ് മാറി 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 എല്ലാ യോണറിലേക്കും പരിഗണിക്കുന്ന ഒരു നടനാണ് എന്നുള്ള തലത്തിലേക്ക് അത് ഗ്രാജുവലായിട്ട് എത്തിയതാണോ, അതല്ല ബോധപൂർവ്വം ഞാൻ അവിടെ മാത്രമായി പോകണ്ടെന്ന് ഓർത്തുകൊണ്ട് ഒരു ശ്രമം കാര്യങ്ങളുണ്ട് അതിൽ. ഞാൻ പാടമെന്നൊരു വിലാപം എന്ന് പറയുന്ന സിനിമയിൽ നായകനായിരുന്നു. അത് എൻ്റെ നായിക എന്ന് പറയുന്നത് നാഷണൽ അവാർഡ് മേടിച്ച, ആ സിനിമയിൽ നാഷണൽ അവാർഡ് മേടിച്ച മീര ജാസ്മിനായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം ഒരു വർഷത്തോളം എനിക്കൊരു സിനിമയും ഉണ്ടായില്ല. എങ്ങനെയാ തിരി, എന്തൊരു ക്രൂരനായിരുന്നു അതില്. എന്നാലും ആ ക്രൂരനെങ്കിലൊരു അങ്ങനെ അത്ര ക്രൂരതയുള്ള ആളുകളെ ഒന്നും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് മലയാള സിനിമയിലില്ല. ഞാൻ വിചാരിച്ചു, എൻ്റെ മണ്ടത്തരം കൊണ്ടാണ് എനിക്ക് ഇപ്പോഴേ ഞാൻ തിരിച്ചറിയുന്നത്. കാരണം ഞാൻ നായകനല്ലേ, എന്നെ അങ്ങനെ മലയാള സിനിമക്കാരൻ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ. അങ്ങനൊന്നുമില്ല. നമ്മൾ ഇപ്പം എൻ്റെ അടുത്ത് മമ്മൂക്ക പറഞ്ഞൊരു കഥയുണ്ട്. പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ഉണ്ടായിരുന്നില്ല. മമ്മൂക്ക രഞ്ജിത്തേട്ടൻ ഇങ്ങനൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്താടാ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ രാജീവൻ്റെ നോവലെടുത്ത് ഒരു സിനിമ ഉണ്ടാക്കുക. ഞാനല്ലേ? അല്ല, നമുക്കത് പുതിയ ആൾക്കാരെ വെച്ചിട്ട് മമ്മൂക്ക നോവൽ വായിക്കുന്നു. എടാ ഞാൻ ഉണ്ടല്ലോ ഈ സിനിമയിൽ എന്ന് പറയാൻ. പുള്ളി ചോദിച്ചു വാങ്ങിയാണ്. പുള്ളി പറയുന്നത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ സിനിമയിൽ 3 വേഷം ചെയ്തെന്ന് പറയും. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ടുള്ള അന്വേഷണങ്ങൾ. അപ്പോൾ നിങ്ങൾ ചാൻസ് ചോദിക്കാതിരിക്കരുത് ആരോടും. നമ്മളിങ്ങനെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. സിനിമയ്ക്ക് നമ്മുടെ ആവശ്യമില്ല, നമുക്കാണ് സിനിമ ആവശ്യമെന്ന് നമുക്ക് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അല്ല, അതൊരു പാഠമായിട്ട് എടുത്തിട്ടുണ്ടോ പിന്നീടും ഇപ്പോഴും ഒക്കെ? അങ്ങനെ ഒരു തീർച്ചയായിട്ടും. അല്ല, ഇപ്പം ഇത്രയും സൗഹൃദങ്ങൾ സിനിമയിലുള്ള ആളാണ്. ഇപ്പം ഒരാളുകൾ, എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് ഈ സമാന്തര സിനിമകളെ കൊണ്ട് പറഞ്ഞ പോലെയാണ്, ഇടക്കാലത്ത് ടൈപ്പ് കാസ്റ്റ് ചെയ്തു പോയ ഒരു കാര്യമാണ് പോലീസ് വേഷം എന്ന് പറയുന്നത്. ഒരു വളരെ അത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പോലീസുകാരൻ ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരുപാട് ക്യാരക്ടർ. ഞാൻ ചോദിച്ചു മേടിച്ചത്, ശരിക്കും പറഞ്ഞ ദൃശ്യത്തിലെ പോലീസ് വേഷം ഞാൻ ചോദിച്ചു മേടിച്ചത്. ഞാനായിരുന്നില്ല പോലീസ് ആദ്യം ചെയ്യുന്നത്, എനിക്ക് വേറെ വേഷമായിരുന്നു. അപ്പോൾ എന്താണ് ജിത്തു എന്നോട് അതിൽ മെമ്മറീസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വേഷം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു പോലീസ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ആ ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഷൂട്ടിന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് നടന്നു പറഞ്ഞപ്പോൾ ജിത്തു പറഞ്ഞു, ഇത് കുറച്ച് കാലഞ്ഞ് പക്ഷെ അനുരാഗകരിക്കും വെള്ളം പോലുള്ള സിനിമകളിലൊക്കെ ചെയ്തപ്പോഴേ അത് വേറൊരു ടൈപ്പായിരുന്നു. കാരണം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പോലീസുകാരനല്ല, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇർഷാദും അല്ല. ആ രീതിയിലേക്കൊക്കെ വരുമ്പോഴും അത് റഹ്മാന്റെയും അല്ലെങ്കിൽ അതിന്റെ റൈറ്ററൊക്കെ ആയിട്ടുള്ള അവരുടെയൊക്കെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൻ്റെ ഒരു ഭയങ്കര സുന്ദരനായിരിക്കണം, എന്നാൽ ഭയങ്കര കോഴിത്തരമുള്ള ഒരാളായിരിക്കണം. ഇത് രണ്ടും കൂടെ ചേർന്ന് വന്ന പോലെ ഒറ്റ ആളിലേക്ക് എത്തി. അതാണ്. അങ്ങനെയല്ല, ഞാൻ അതിലേക്ക് ആയി എടുക്കാനുള്ള സമയം എന്തുമാത്രം എടുത്ത് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചൊരു കാര്യമാണ്. എനിക്ക് സൗന്ദര്യമില്ല, കോഴിത്തരമില്ല. ഇത് രണ്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു, കുഴപ്പമില്ല. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ഇടക്കാലത്ത് കുറെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. അറിയാം, ഒരു ഇടതുപക്ഷ ചായ്വുള്ള ഒരാളാണ്, ഇടതുപക്ഷത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളാണ്, പ്രവർത്തകനാണെന്നൊക്കെ അറിയാം. എങ്ങാനും സിനിമാ ജീവിതമല്ല മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എങ്കിൽ രാഷ്ട്രീയക്കാരനാവുമായിരുന്നോ? മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാവുമായിരുന്നോ? 100%. എനിക്കിഷ്ടമുള്ളൊരു ഏരിയയാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ രാഷ്ട്രീയ അല്ലെങ്കിൽ DYFIയുടെ ഒക്കെ യൂണിറ്റ് ഭാരവാഹിയായിരുന്നു. ആ സമയത്ത് ഒരുപാട്
സമരങ്ങളിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. 2000 ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് തോറ്റു, ഒറ്റ വാക്കിലങ്ങ് പറയാം. അതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ജയിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ അങ്ങ് രാഷ്ട്രീയക്കാരനായി പോയത് ചിലപ്പോ. കേരളത്തിന്റെ ഭാഗ്യം, മലയാള സിനിമയുടെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ശരി, ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. അല്ല, രണ്ടും കറക്റ്റാ. രാഷ്ട്രീയത്തിൽ എത്താതിരുന്നത് കേരളത്തിന്റെ ഭാഗ്യം, മലയാള സിനിമയിൽ എത്തിയത് സിനിമയുടെ ഭാഗ്യം. അല്ല, അന്ന് അവിടെ പോയിരുന്നെങ്കിൽ മലയാള സിനിമ രക്ഷപ്പെട്ടിരുന്നതാണ് ഉദ്ദേശിച്ചത്, അങ്ങനല്ല അല്ലേ? അങ്ങനെ അത്രത്തോളം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ. ഈ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോഴേ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന ആളാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു കാലത്ത് വളരെ ആർഭാടമായി തന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ മാധ്യമപ്രവർത്തകരെ കുറിച്ച് കേൾക്കുന്ന പ്രധാന വിമർശനങ്ങളിൽ ഒന്ന് അവര് ഇടതുപക്ഷക്കാരാണ്. അതെ അതെ, അതിലൊരു 90% വാസ്തവമുണ്ട്. 90%ഓളം ആളുകൾ അങ്ങനെ. കാരണം ചോദ്യങ്ങൾ ഉറക്കെ ചോദിച്ച് ശീലിച്ചത് അവരുകൂടിയാണെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ. എല്ലാവരും ഉണ്ട്, പക്ഷെ കൂടുതലും അങ്ങനെയുള്ള ആളുകളിൽ 90% ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് ചായ്വുള്ള ആളുകളായിരിക്കണം. അവരെന്നെ ആയിരിക്കണം പിന്നീട്, അല്ലേ? അല്ല, അത് തുടർന്ന് വരുന്നൊരു രീതിയായിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പം ഈ നാടക പ്രവർത്തനം, ഈ അന്നൊക്കെ ഈ ഡിവൈഎഫ്ഐക്കൊക്കെ ഒരുപാട് നാടുകൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുള്ള പ്രവർത്തനം കൂടുതലാണല്ലോ. അത്തരത്തിൽ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമായിരുന്നു ഇഷ്ടംപോലെ. സജീവം. എൻ്റെ ബേസ് എന്ന് പറയുന്ന നാടകം, അത് സ്ട്രീറ്റ് പ്ലേ ഒരുപാട് തെരുവ് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് തൃശ്ശൂരിന്റെ മണ്ണും തൃശ്ശൂരിന്റെ ആ മണ്ണിലേക്ക് ഞാൻ മീൻസ് അങ്ങനെ ഡ്രാമ സ്കൂള് ആ പരിപാടി അതിലേക്കൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ നാടക പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഡിവൈഎഫ്ഐയുടെ കലാജാഥകൾക്ക്, ഡിവൈഎഫ്ഐയുടെ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെരുവ് നാടകങ്ങളായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ കേച്ചേരിയിലുള്ള കമ്പര നാടക വീട് എന്ന് പറയുന്ന ഒരു സമിതികൾക്ക് വേണ്ടിയുള്ള, ഞാനൊക്കെ ആദ്യം കോറസൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നാടകം ഉണ്ടായിരുന്നു, സാറ് ടീച്ചറുടെ മഹാഭാരതം എന്ന് പറഞ്ഞിട്ട്, മഹാഭാരതത്തിൽ ഒക്കെ ഇപ്പോഴും ഓർമ്മിക്കുന്ന കുറേ. അതിലൊരാൾ മാറിയപ്പോഴാണ് എനിക്ക് എൻട്രി കിട്ടുന്നതൊക്കെ, അതും കോറസൊക്കെ ആയിട്ടാണ്. പിന്നെ അതിൽ പ്രധാന നടനൊക്കെ ആയിട്ട് ഞാൻ മാറുന്നുണ്ട്. അങ്ങനെ അവസാനം ഞാൻ കളിക്കുന്നത് സോബി സൂര്യഗ്രാം എന്ന് പറയുന്ന, അദ്ദേഹം മരിച്ചുപോയി, കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കാക്കാൽ എന്ന് പറയുന്ന ഒരു നാടകത്തിലായിരുന്നു. അപ്പം നാടകം നമുക്ക് ശരിക്കും നല്ല ബേസാണ്. അഭിനയത്തിൻ്റെ ഒരു താളം ഉണ്ടെങ്കിൽ അത് ഏത് കാലത്തും നമുക്ക് കടന്നു ചെല്ലാവുന്ന ഒരു ഏരിയ കൂടിയാണ് ശരിക്കും പറഞ്ഞ നാടകത്തിൽ. ഞാൻ പല ശ്രമങ്ങളും ഇപ്പോൾ പുതിയ സൂര്യൻ്റെ ഒരു നാടകത്തിൽ സത്യത്തിൽ അഭിനയിക്കാൻ തീരുമാനിച്ച വർഷമാണ് ഇത്. പക്ഷെ പെട്ടെന്നുണ്ടായ 1-2 സിനിമകൾ ഇങ്ങനെ ഇടിച്ച് കയറി വന്നു. സിനിമയും വെബ് സീരീസൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് അധികം വർക്കുകൾ ഇങ്ങനെ. കഴിഞ്ഞ വർഷം എനിക്ക് അങ്ങനെ അത്ര വർക്കുകൾ ഉണ്ടായില്ല. അപ്പോൾ പുതിയ വർഷത്തിൽ കുറേ വർക്കുകൾ പെട്ടെന്ന് വന്നപ്പോൾ പിന്നെ എത്രയ്ക്കായാലും സിനിമയാണ് നമ്മുടെ അവസാനം എന്നുള്ളത് കൊണ്ട്, ഇഷ്ടം എന്നുള്ളതുകൊണ്ട്. സത്യത്തിൽ ഇത് ഏത് കാലത്താണ് ഞാനൊരു സിനിമാക്കാരനാണ്, അല്ലെങ്കിൽ എൻ്റെ പാത, എൻ്റെ അന്നം സിനിമയാണെന്നുള്ളൊരു വഴിയിലേക്ക് എത്തിയത്? സിനിമാ മോഹം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കുട്ടിക്കാലത്ത് ഇപ്പോൾ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും ഒക്കെ കണ്ടു വളർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സിനിമാ മോഹം ഉണ്ടാവും. പക്ഷെ ഇതാണ് എൻ്റെ വഴി എന്ന് ഡിറ്റക്ട് ചെയ്ത് ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാൻ തുടങ്ങിയത് ഏത് കാലം മുതലാണ്? ഞാൻ ആക്ച്വലി പാടമെന്നൊരു വിലാപമല്ല, ഈ പറഞ്ഞ പാർവതി പരിണയം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ ഒരാളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഈ ഹരിശ്രീ അശോകട്ടൻ ഹമ്മ 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 എന്ന് പറഞ്ഞ് എടുത്ത് കിണ്ടി മോഷിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന് കള്ളനെ ഓടിച്ചു പിടിക്കുന്ന ആളുകളിൽ ഒരാൾ ഞാനായിരുന്നു. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതുപോലെ മുകേഷ് ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ കൂടെ നടക്കുന്ന കുറേ പേരിൽ ആൾക്കൂട്ടത്തിലൊരാളായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു സ്വകാര്യ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, ജോലിയും സിനിമയും തമ്മിൽ ഒന്നിച്ചുകൊണ്ടാൻ പറ്റൂല. ഞാൻ അന്നേ തീരുമാനിച്ചു ഇത് അന്നത്തെ കാലത്ത് ഒരു വലിയ റിസ്ക് അല്ലേ അത്? അന്നും ഇന്നും റിസ്ക്കാണ് ശരിക്കും പറഞ്ഞ്. ഇന്ന് പലരും വന്ന് പാതി വഴിയിലും, ഇപ്പം ഞാൻ പറയാം, ബസൂക്ക എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത കല്ലു ഡെന്നിസിൻ്റെ മകൻ നടനായിട്ടാണ് ആദ്യം വന്നത്. അദ്ദേഹത്തിന് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടാണ് അദ്ദേഹം ഡയറക്ടറും റൈറ്ററൊക്കെ ആയിട്ട് മാറുന്നത്. എന്ന് പറയുന്നത് എല്ലാ കാലത്തും
വെല്ലുവിളി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഒരു ഒരു ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറെ അവസരങ്ങൾ പല വഴിയിലൂടെ ഉണ്ട്. ഇപ്പം സിനിമയുണ്ട്, സീരിയലുണ്ട്, വെബ് സീരീസ് ഉണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ സ്വന്തമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ അതിനുള്ള reels ചെയ്തിട്ട് സാധ്യതയുണ്ട്. കാശുണ്ടാക്കുന്ന ഇപ്പം എത്രയോ സിനിമാ ആളുകളുണ്ട്. താരങ്ങളെക്കാളും പോപ്പുലാരിറ്റി ഉള്ള റീൽസ് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പം ഇന്ന് അവസരങ്ങൾക്ക് ഒരു പഞ്ഞുമല്ല, പക്ഷെ അന്ന് അവസരങ്ങൾക്കും പഞ്ഞുണ്ട്. ഭയങ്കര മഞ്ഞായിരുന്നു. ഞാൻ പറയല്ലേ, ഇപ്പൊ ഷൊർണൂർ ഞാനൊക്കെ അഭിനയിക്കും, ആക്ടിങ് അന്വേഷണം തുടങ്ങുന്ന സമയത്തേക്കും കോടമ്പാക്കം എന്ന് പറയുന്നത് ഷൊർണൂർ ചെറുതുരുത്തി ഒറ്റപ്പാലം ഭാഗത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കസിൻ അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്നിട്ടാണ് അന്വേഷണം ഇങ്ങനെ യാത്ര ചെയ്തു. പുള്ളിയുടെ നിന്ന് ബസ് കൂലി മേടിച്ച് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നായിരുന്നു. എത്രമാത്രം അലഞ്ഞിട്ടുണ്ടെന്ന് പറയും. പിന്നെ ഭക്ഷണത്തിന് ഞാൻ പിന്നെ അങ്ങനെ ഒരു ആർഭാടത്തെ കുറിച്ചിട്ട് ആലോചിക്കാറില്ല. എനിക്കിത് വേണം, നാളെ BMW മേടിക്കണം, മറ്റന്നാൾ മറൈൻ ഡ്രൈവിൽ ഫ്ലാറ്റ് മേടിക്കണം, അങ്ങനൊന്നും എൻ്റെ ലൈഫിലില്ല. എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം ജീവിക്കാം. ഒരു വയറ്റ് ചപ്പാത്തിയും 10 മുട്ട ഉണ്ടെങ്കിൽ ഒരു സുഖമായിട്ടൊരു ദിവസം ജീവിക്കാവുന്ന ഒരു മനുഷ്യൻ ഞാൻ. എനിക്ക് ഭക്ഷണത്തിനോടും കൊതിയില്ല. എനിക്ക് ഏറ്റവും കൊതി സിനിമയോട് മാത്രമാണ് ശരിക്കും. അഭിനയിക്കാനുള്ള വേഷം കിട്ടുക എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ്. ഞങ്ങളൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ കാലഘട്ടത്തിലൂടെ വളർന്നു വരുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് പുതിയ കുട്ടികളെ കുറിച്ചിട്ടല്ല പറയണത്. ഇപ്പം ഒരു മിഡിൽ ഏജ് പിന്നിട്ട ആളുകൾ, അവരിൽ പലർക്കും അവസരത്തിനൊത്ത് അവർ ചെയ്യുന്ന ക്യാരക്ടറിനനുസരിച്ചുള്ള അവസരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നമുക്ക് തോന്നാറുണ്ട്, ഒരു പ്രേക്ഷകരായി നമുക്ക് തോന്നുന്നുണ്ട്. ഒരു സിനിമാക്കാരനായ ഇർഷാദിന് തോന്നുന്നുണ്ടോ ഒരു ഇത്രയും കാലം അനുഭവിച്ചു വന്നിരിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ഉയർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്? കരിയർ നമ്മളെ കരിയറിനെ നമ്മൾ വിലയിരുത്തേണ്ടതല്ല, എനിക്കറിയാം. എങ്കിലും നമുക്കൊരു സെൽഫ് അസസ്മെന്റ് ഉണ്ടാവുമല്ലോ എപ്പോഴും. എനിക്ക് പലപ്പോഴും പല യാത്രകളിൽ കാണുന്ന ആളുകൾ, എനിക്കൊരു പരിചയമില്ലാത്ത മനുഷ്യന്മാരൊക്കെ എന്നോട് പറയാറുണ്ട്, ഞങ്ങൾ വിചാരിച്ച നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടായിട്ടുണ്ടാവും. പലരും എന്നോട് വന്ന് ഭയങ്കര സങ്കടത്തിൽ അവർ പറയുക. അപ്പം നമുക്ക് അവർ സങ്കടം കാണുമ്പോൾ നമുക്ക് അയ്യോ ഇയാൾ വേണ്ടത്ര ഉയരത്തിലെത്തിയില്ലോ, ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര ഹൈറ്റിലേക്ക് നിങ്ങൾ എത്തിയില്ല എന്ന് പലരും വന്ന് സങ്കടത്തോടെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമെങ്കിലും, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞല്ലോ, ഫഹദിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ലോഞ്ച് ചെയ്യുന്നത്. ദെൻ തിരിച്ചു വന്നാൽ തന്നെ ഞാൻ പറയുന്ന ഒരു സാധനമാണത്. മല്ലിക സുകുമാരനും കൂടി 2 മക്കളുണ്ട്. 2 പേരും ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ്. അതിൽ ഒരാൾ ഭയങ്കര ദൂരെ നിൽക്കുന്നു. അപ്പം സിനിമ അങ്ങനെയാണ്. നമ്മൾ പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ നാളെ ഇവനെ സൂപ്പർ സ്റ്റാർ ആക്കാമെന്ന് വിചാരിച്ചാലും നടക്കൂല, അത് സംഭവിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടിയതിൽ ഹാപ്പിയാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന ആ സാധനത്തിനോട് ഞാൻ യോജിക്കുന്നൊക്കെ, ഞാൻ കുറച്ചും കൂടെ ഹൈറ്റിലൊക്കെ എത്താമായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാവും സത്യത്തിൽ അതുകൊണ്ടാവും. ഞാൻ ബേസിക്കലി ഒരു മടിയനാണ്. പിന്നെ ഞാനിപ്പോൾ സിദ്ദിഖ മരിക്കുന്നതിന് മുമ്പ് ഉള്ള ലാസ്റ്റ് പടത്തിലാണ്, ബിഗ് ബ്രദറിലാണ് ഞാൻ സിദ്ദിഖയുടെ കൂടെ ഒരു പടത്തിൽ വേഷം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുന്നത്, ഈ സിദ്ദിഖാനൊക്കെ നേരത്തെ പോയി കണ്ടിരുന്നെങ്കിൽ പക്ഷേ അപ്പൊ എന്റെ കുഴപ്പം കൂടിയുണ്ട്. അപ്പൊ അതൊക്കെ എന്റെ വിഷയം. അപ്പം ഇനി ഒരൊറ്റ, ഞാൻ കൂടുതലൊന്നും നീട്ടുന്നില്ല, എനിക്കറിയാം ചോദിക്കുന്നതൊക്കെ ബോറടിച്ച് തുടങ്ങുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ കഴിക്കണേ, ഈ വളരെ ഇപ്പം നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഘടകമാണ്. കുടുംബത്തിനകത്തു നിന്ന് കിട്ടുന്ന പിന്തുണ, അതൊരു സിനിമാക്കാരനാവാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെടുന്ന ഒരു കൗമാരക്കാരന് കിട്ടുന്ന പിന്തുണ ആയിരിക്കില്ല പിന്നീടുള്ള കുടുംബനാഥനായപ്പോൾ കിട്ടുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത്. സാഹചര്യങ്ങളും വ്യത്യാസമായിരിക്കാം. പക്ഷെ ഇർഷാദിനെ പോലെ ഒരാള്, ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാള്, യാഥാസ്ഥിക കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാള്, അവരെങ്ങനെയാണ് അതിനെ ആ കാലത്ത് സർവൈവ് ചെയ്തത് എന്ന് പറയാൻ എനിക്ക് നേരിട്ട് കേൾക്കാനൊരു താല്പര്യമുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്, പക്ഷെ എനിക്ക് നേരിട്ട് കേൾക്കാനൊരു താല്പര്യമുണ്ട്. ഉമ്മയാണ്. ഇപ്പോൾ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉപ്പ മരിച്ചു പോയതാണ്. ഉമ്മ, പിന്നെ മൂത്തുമ്മ ഉണ്ടായിരുന്നു, ഒരു ഉമ്മയുടെ ജ്യേഷ്ഠത്തി. അത് ഞങ്ങളൊരു വീട്ടിൽ തന്നെയായിരുന്നു താമസമൊക്കെ. അവരായിരുന്നു എൻ്റെ ഒരു പിന്നിലുള്ള. ആക്ച്വലി ഉമ്മാടൊക്കെ മൂത്തുമ്മാടൊക്കെ സിനിമ എന്നുള്ള പറയുന്നത് ഹറാമാണ്, ഹറാമാക്കപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ അവർക്ക് എതിർക്കാനുള്ള ഒരു
എൻ്റെ ഇഷ്ടം എന്താണെങ്കിൽ അത് നടന്നു പോട്ടെ എന്നുള്ളതാണ് അവരുടെ കാര്യം. ഇപ്പോൾ മൂത്തമൊക്കെ പറയും, മക്കളെ മഴ പെയ്യുന്നുണ്ട്, അല്ല മഴ വരാനുള്ള സാധ്യത ഉണ്ട്, നിങ്ങൾ സിനിമയ്ക്ക് പോകേണ്ടി വേഗം പൊക്കോ എന്ന് പറയുന്നൊരു മൂത്തുമ്മയാണ്. അത് ഹറാമാക്കപ്പെട്ട ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ ബിസ്മില്ലി ഇറങ്ങിക്കോ എന്ന് പറയുന്ന, എന്നാൽ വേഗം ബിസ്മില്ലി ഇറങ്ങിക്കോ എന്ന് പറയുന്ന ഒരു മൂത്തുമ്പുണ്ടായിരുന്നു. ഞാനൊരു പക്ഷേ നിങ്ങളെ പുസ്തകം വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ആ ഒരു പോർഷൻ. അതിൽ വേറെയും ഘടകങ്ങളുണ്ട്. നിങ്ങൾ പ്രിയനെ കുറിച്ച് പറയുന്ന മറ്റേ ചുരത്തിനെ കുറിച്ച് പറയുന്ന ഡയലോഗ് കേട്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്, അവർ പറയുന്ന ആ സംഭാഷണത്തിൽ. പക്ഷെ ഈ ബിസ്മി ചൊല്ലി ഇറങ്ങിക്കോ സിനിമ കാണാന്ന് കേട്ടിട്ടാണ്. അതാണ്. അപ്പൊ ഉമ്മ, ഞാൻ ഈ രാത്രി വെളുപ്പാങ്കാലത്ത് സിനിമയ്ക്ക് വേണ്ടി എങ്ങോട്ടേലും യാത്ര ചെയ്യുമ്പോൾ ഒരു 4 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കട്ടൻ ചായയും മിച്ചറിൻ്റെ ഉപ്പ് രസമുള്ള മിച്ചറിൻ്റെ പൊതിയൊക്കെ കൊടുന്നെന്ന് നമ്മൾ പറഞ്ഞു വിടുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനോട് അല്ലെങ്കിൽ പടച്ചവനോട് തേടുമ്പോൾ അവനെ സിനിമയിൽ നന്നാക്കണേ എന്ന് പറയാനുള്ള ധൈര്യമൊന്നും അവർക്കില്ല. അപ്പോൾ അവർ പറയുക അവൻ്റെ ആഗ്രഹത്തിൽ അത് വിജയിപ്പിച്ച് കൊടുക്കണേ എന്നാണ് പറയാറ്. കാരണം സിനിമ എന്ന് വാക്ക് ഉപയോഗിക്കുന്നത് പോലും അതൊരു നെഗറ്റീവ് ആവുമോ അല്ലെങ്കിൽ ദൈവദോഷമാവുമോ എന്ന് പേടിച്ചിട്ട് അവൻ ആഗ്രഹിക്കുന്ന ഇടത്തിലേക്ക് അവന് വിജയം കൊടുക്കണേ എന്ന് മാത്രമാണ് ഉമ്മക്ക് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അത് വാക്കേ സിനിമയിൽ ഉമ്മയുടെയൊക്കെ അവസാന കാലമാകുമ്പോഴേക്ക് സ്വന്തമായ ഒരു മേൽവിലാസം സിനിമയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. അത് എന്തായിരുന്നു ഉമ്മയുടെ അമിതമായ ആഹ്ലാദമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ വിജയിച്ചു പോണു, സന്തോഷം, അതുകൊണ്ട് അവൻ ജീവിക്കുന്നത്. അവർക്കൊരു ജീവിത മാർഗമായിരുന്നത്. ഞാൻ എങ്ങനെയും ജീവിക്കാനുള്ളൊരു ജോലിയാണ് അത്. അതിനപ്പുറത്തേക്ക് സിനിമാ നടൻ, അയ്യോ അതിൻ്റെ പോപ്പുലാരിറ്റി, അതൊന്നും ഉമ്മൊന്നും ഒരിക്കലും ആഘോഷിച്ചിട്ടല്ല ശരിക്കും പറഞ്ഞാൽ. ആരെങ്കിലൊക്കെ വരുമ്പോൾ സന്തോഷം, അതല്ലാതെ അപ്പോൾ അതുകൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ, അതാണ് അവരുടെ സമാധാനം. അതിനെ എല്ലാ കാലത്തും അതാണ് എൻ്റെ ഒരു കാര്യം. നമുക്കൊരു പുസ്തകത്തിലേക്ക് വരാം. ഇതും കൂടെ ചോദിച്ച് ഞാൻ നിർത്തണം, ഇനി ഞാൻ ബോറടിപ്പിക്കില്ല. വെയിലിൽ നനഞ്ഞും മഴയിൽ പൊള്ളിയും എന്നാണ് പുസ്തകത്തിന്റെ പേര്. 2 പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ സാധാരണ ഇതിൽ നമ്മൾ നേരെ തിരിച്ചാ പറയാറ്. ഇതിൽ ആ പേരിലുണ്ട് എന്താണ് നിങ്ങൾക്ക് സിനിമ എന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അത്? അത് ഞാൻ എഴുതിയപ്പോ പലരും ചോദിക്കും, ഇത്രമാത്രം നീ നനഞ്ഞോ എന്ന് ചോദിക്കും. വെയിലിൽ നനഞ്ഞിട്ടുണ്ട്, വെയിൽ കൊണ്ട് നമ്മൾ നനഞ്ഞു. പക്ഷെ അത് നമ്മളെ അറിയുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതെ. അത് നമ്മുടെ പൊള്ളലും നമ്മുടെ നനയിലൊക്കെ നമ്മുടെ മാത്രം, അതൊന്നും അത്ര എങ്ങനെ പകർത്തിയാലും എങ്ങനെ വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താൻ ശ്രമിച്ചാലും അതൊന്നും പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അത്രമേൽ ഒരുപക്ഷെ നല്ല എഴുത്തുകാർക്ക് പറ്റുമായിരിക്കും. എൻ്റെ പൊള്ളലുകളോ എൻ്റെ വേർപ്പോ ഒന്നും ഞാൻ നനഞ്ഞതൊന്നും അങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എനിക്കത് പൊയറ്റിക്കായിട്ട് കുറിച്ച് കവിതയോട് ഇഷ്ടമുള്ളത്. എങ്ങനെയാണ് ഒരു പുസ്തകം എഴുതുന്നതിന് ഇതിലേക്കൊക്കെ എത്തിയത്? കാരണം ഒരു സിനിമാനുഭവം എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പം ശ്രീനിവാസേട്ടൻ്റെ പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ലതല്ല എന്നുള്ള പേരിൽ ഞാൻ ചെയ്യാതിരുന്ന 500-ലധികം കഥാപാത്രങ്ങളാണ് ഞാൻ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ എന്നൊക്കെ പറഞ്ഞു കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പുസ്തകം എഴുതി എന്നെ അടയാളപ്പെടുത്താം എന്ന് തീരുമാനിച്ചു. എഴുത്ത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, വായന എനിക്ക് ഇഷ്ടമുള്ള കാര്യം. ഇപ്പോഴും എനിക്ക് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ വായിക്കുന്നതിനോട് ഞാൻ ഇപ്പോഴും അതിലേക്ക് വന്നിട്ടില്ല. കാരണം പുതിയ തലമുറയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു നോവലെടുത്ത് അതെടുത്ത് ചെവിയിൽ വെച്ചാൽ നിങ്ങളിങ്ങനെ കേട്ട് പോകാലോ, ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. പക്ഷെ എനിക്കിപ്പോഴും വായിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് തന്നാൽ പോലും എനിക്കൊന്ന് വായിക്കണം, എന്നാലേ, അല്ലാതെ കേൾക്കുന്നതിന് ഞാൻ ആരെങ്കിലും കഥ പറയാൻ വന്നാൽ കഥ സ്ക്രിപ്റ്റ് വായിച്ചു തരട്ടെ എന്ന് വെച്ചാൽ വായിച്ചു തരണ്ട, ഞാൻ വായിക്കുമെന്ന് പറയും. അപ്പോൾ എഴുത്തും വായനയോടൊക്കെ ഭയങ്കരമായ കൊതിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ബേസിക്കലി നല്ല മടിയനാണ്. ഈ പുസ്തകം സംഭവിച്ചതിൻ്റെ കാര്യം ഞാൻ പറയാം. ശൈലൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുണ്ട്, കവി. ശൈലൻ ഒലീവിൽ പോയിട്ട് കമ്മിറ്റ് ചെയ്തു. ശൈലൻ്റെ ഒരു പുസ്തകം, ഇർഷാദിൻ്റെ ഒരു പുസ്തകം, വൂൾഫ് എന്ന് പറയുന്ന ഷാജി അസീസ്, അതിന്റെ സംവിധായകൻ ഷാജി അസീസിന്റെ കവിതകൾ, ഇർഷാദിന്റെ ഓർമ്മക്കുറിപ്പുകൾ, എൻ്റെ യാത്രാക്കുറിപ്പുകൾ, ഇങ്ങനെ 3 സാധനങ്ങൾ ഇയാൾ വന്ന് പോയി കമ്മിറ്റ് ചെയ്യാണ് ശൈലൻ. എന്നിട്ട് പറയാ, തോക്ക് വെച്ചിട്ട് പറയാ എഴുതിക്കാന്ന് പറയാം. ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന്റെ ഇപ്പോഴും എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാള് ശൈലിലാണ്. ഇത് വളരെ ചെറിയ പുസ്തകം. വായിച്ച സ്ഥിതിക്ക് ഞാൻ പറയാണ്, ആ ഭീഷണിക്ക് വഴങ്ങേണ്ടതില്ല. ഭീഷണി അല്ലാണ്ട് എഴുതിയാൽ കുറച്ചുകൂടെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല പുസ്തകമാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയണത്, ഇത്തരം അനുഭവങ്ങൾ നമ്മൾ ഓർത്തെടുത്ത് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു കാര്യമുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരാളെ കുറിച്ച് അറിയാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് വിക്കിപീഡിയ നോക്കും, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള മറ്റേതെങ്കിലും ആർട്ടിക്കിൾസ് നോക്കും. പക്ഷേ ഇതിപ്പോൾ ഇന്റർവ്യൂവിൽ അല്ല എന്തിലായാലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്.
പക്ഷെ ഇതുപോലൊരു പുസ്തകം കിട്ടിയ മറ്റൊന്നും നോക്കേണ്ടതില്ല എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. തീർച്ചയായും. അത് അവനവൻ അടയാളപ്പെടുത്തുന്നതല്ലേ അതെ, നല്ലത്. അതെ, അപ്പൊ ആ രീതിയിൽ മറ്റേ വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വിക്കിപീഡിയയെ പറ്റി പോലും ഉണ്ട്. ഞാൻ വായിച്ചു. ഞാൻ പിന്നെ അതിനെ കുറിച്ച് പരാമർശിക്കാതിരുന്നതാണ്. അതിന്റെ ഏറ്റവും കോമഡി കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ ഞാൻ പരാമർശിച്ച ഒരു വ്യക്തിയുണ്ട്, ഒരു കോളേജിൽ പോയിട്ട് ഞാൻ ഷാർജ ബുക്ക് ഫെയറിൽ പുസ്തകം റിലീസ് കഴിഞ്ഞ് പിറ്റേ ദിവസം നിൽക്കുമ്പോൾ ഈ ഒരു മനുഷ്യൻ വന്നിട്ട് എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല, ഞാൻ മദർ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഈ പുസ്തകം ഒന്ന് വാങ്ങിയേക്ക്, നിങ്ങളെക്കുറിച്ച് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ഞാനൊരു കോപ്പി എടുത്ത് കൊടുത്ത പുള്ളിക്ക്. അതിലും ഭേദം അയാളോട് നേരിട്ട് കാര്യം പറയുന്നതായിരുന്നു. എന്തായാലും നമ്മളൊരു 30 വർഷത്തെ ജീവിതത്തെ കുറിച്ച് പറയാനാണ് ശ്രമിച്ചത്. അതിന്റെ ഒരു 2 വർഷം പോലും നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്, 30 മിനിറ്റ് കൊണ്ട് അത് പറ്റില്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം ഇതിൽ പറയുന്നത് പോലെ ഏതായാലും വെയിലിൽ നനഞ്ഞതാണല്ലോ കുറെയൊക്കെ, അത്രത്തോളം നമുക്ക് എത്തില്ല. എങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആണെങ്കിലും ഇപ്പോൾ ഇതാ എത്തി നിൽക്കുന്നത് തുടരുമിലാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ കൂടുതൽ വർണ്ണാഭമാവട്ടെ. അതിനോടൊപ്പം തന്നെ സിനിമാ യാത്ര കൂടുതൽ സജീവമാകട്ടെ, തിരക്കേറിയതാവട്ടെ നമ്മുടെ ആശംസിക്കുകയാണ്. ഇനിയും തുടരട്ടെ. അപ്പൊ കാണാം. താങ്ക് യു.